ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപാടിക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും കടലക്കറിയും. കാരണം നമുക്ക് ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ അജു ഇങ്ങനെ വരുള്ളൂ. പൊറോട്ടയും പഞ്ചാരയും പൊറോട്ടയും പൂമ്പഴത്തിൻ്റെ അകത്ത് മിച്ചർ കുത്തിയിട്ട് അങ്ങനെ കടിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കല്യാണത്തിൻ്റെ ഫുഡിങ്ങാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ ഉള്ളത് പച്ച ചിക്കനാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത കല്യാണ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുന്നു. പുറത്ത് മഴ പെയ്ത് നനഞ്ഞു ഉപ്പാട് ഇളകി. നല്ല കൊല മഴയാണ് ഗായ്സ്. അപ്പോൾ കണ്ടോ അവിടെ കൊല മഴയാണിത്. അലൻ ജ്യൂസ് ഇവിടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട്. താക്കോൽ എടുത്ത് വെച്ചേക്കാണ്. താക്കോലില്ലാതെ അലൻ ജ്യൂസ് വണ്ടി ഓടിക്കും. സ്റ്റീറിങ് തിരിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ LKG പിള്ളേർക്ക് തിരിക്കാൻ കൊടുക്കൂലേ, അതേപോലെ നമ്മൾ തിരിക്കാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീറിങ് ഇട്ട് തിരിച്ചുകൊണ്ടിരുന്നോളൂ. അപ്പം നമ്മുടെ രണ്ടാമത്തെ പരിപാടി നമ്മുടെ അലൻ ജോസ് ഈ ഒരു കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കോട്ടക്കലിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ്. ഇനി ഇവിടെ നമ്മൾ രാത്രി മഞ്ചേരി പരിപാടി ഉണ്ട്. ഇപ്പോൾ തന്നെ കാണിക്കാം കേട്ടോ. ആ സൈഡില് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് വരാം. ആരോടെ പറയണ്ട്? അലൻ ജോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മാരേജിന്റെ ലുക്ക്. സെക്കൻഡ് മാരേജ് ഫംഗ്ഷൻ അവന്റെ ഇതാണ്. ഇവൻ രണ്ടാമത് കെട്ടിയെന്ന് പറയുമല്ലോ. ഫംഗ്ഷന്റെ പ്രോഗ്രാമില് അറബി അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ നൈറ്റ് ഫുഡിങ്ങാണ്. നമ്മൾ മഞ്ചേരി പരിപാടിക്ക് പോണേക്ക് മുമ്പ് ജസ്റ്റ് ഒരു പൊറോട്ടയും ബീഫും കഴിക്കുന്നുണ്ട്. നമ്മുടെ ബ്രൈറ്റ് ടെൻഡർ കോക്കനട്ട് ഷേക്ക്, നമ്മുടെ അജുക്കുട്ടൻ കോഫി, ഞാനും ടെൻഡർ കോക്കനട്ട് കോഫി. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ കല്യാണം മഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു. അലിനാകെ ടയേർഡാണ്. എന്താവും അറിയില്ല ഇന്ന് ഇവിടുത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പരിപാടിയുടെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിച്ച് പിരിയുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. മലപ്പുറം ഏരിയയിലുള്ള ഫുഡിങ് രീതി അടിപൊളിയാട്ടോ. കാരണം ഇങ്ങനെ മേശ 4 സൈഡിൽ ഇങ്ങനെ വിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇവർ ചുറ്റും നിന്ന് വിളമ്പും. ഇത് അടിപൊളി ഒരു പരിപാടിയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ലെഫ്റ്റ് സൈഡിൽ ചിക്കൻ ബിരിയാണി, റൈറ്റ് സൈഡിൽ ബീഫ് ബിരിയാണി. പിന്നെ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയ എന്തോ ഒരു സ്പെഷ്യൽ സാധനം. ഗായ്സ്, അങ്ങനെ രാത്രി 12 മണിയായി. ഞങ്ങൾക്ക് റൂം കിട്ടി. അങ്ങനെ റൂം കിട്ടി ഗായ്സ്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ കയറി. ഞാനും അജു ഒരു റൂമിൽ, അവനും ബ്രൈറ്റും അപ്പുറത്ത് റൂമിൽ. എന്തായാലും ഈ റൂമിൽ നമ്മളൊരു 10 പോകുന്നതാണ്. അപ്പോൾ ഇത് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ ഷൊർണൂർ വരെ പോയി. അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നു. വീണ്ടും ഇപ്പോൾ 12 മണിയായി. എന്തായാലും ഇനി ഉറക്കമാണ്. നാളെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പട്ടാമ്പിയിലെ ഒരു വെഡ്ഡിങ് പരിപാടി. അപ്പോൾ അത് എന്തായാലും
നാളെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 4ാമത്തെ പരിപാടിയാണ് നമ്മൾ അവനെ കൊണ്ടുവന്നിട്ടുള്ളതിൽ. അത്യാവശ്യം നല്ലൊരു സംഭവം കേട്ടോ. 1250 രൂപയാണ് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു റൂമിന്. ഞങ്ങളുടെ പട്ടാമ്പിൽ വന്നപ്പോൾ അജു നിക്കറിന് നടക്കുകയാണ്, ഞാൻ നിക്കറാണ്. ആൾക്കാരൊക്കെ നോക്കിയിട്ട് ആർക്കും ഭ്രാന്താണത്. നമ്മൾ കൊച്ചിയിൽ നടക്കുന്നവരല്ല ഇവിടെ എല്ലാവരും തീർച്ചയായും നോക്കുന്നു. അപ്പോൾ പട്ടാമ്പിയിലൊരു ചായക്കടയിൽ കയറിയേക്കാണ്. ഇവിടെ ഒരു ചായ കുടിക്കാൻ രാവിലെ തന്നെ വന്ന് ചായ കുടിക്കണമെന്നാണ് അജുക്കുട്ടൻ പറഞ്ഞത്. അപ്പോൾ ചായ കുടിക്കാൻ കഴിയും. ഉള്ള റൂം എടുത്തേക്കുന്നത് ഭാരതപ്പുഴ അടുത്താണ്. ഭാരതപ്പുഴ നമ്മുടെ വന്ദേ ഭാരത് പോകുന്നില്ല. വന്ദേ ഭാരത് ഗായ്സ്, കൊല്ലക്കാറ്റ് നോക്ക്. അവിടെ വണ്ടി നിർത്തി, നല്ല മഴ ഗായ്സ്. വണ്ടി തിരിക്കുകയാണല്ലോ ഗായ്സ്. ഇതിവിടെ ആ കാറ്റത്ത് അവിടെ നിന്ന് മൊത്തം റോഡ് പെരേര നിർത്തിയ കുറച്ച് കാറ്റ് പോകും. പെരേര വന്നപ്പോ കാറ്റ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. നമ്മുടെ ബോണി വന്നിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ബ്രൈറ്റിൻ്റെ ഒക്കെ പുതിയൊരു സംഭവം ഉണ്ട്. റിപ്പീറ്റ്. കോഴിയുടെ മാംസം ആദ്യം ഇടുന്ന മുട്ടയും കൂടെ ഒരുമിച്ച് കോഴിയുടെ മാംസവും മുട്ടയും കൊള്ളാം. ഈ പുള്ളിക്ക് മറ്റേ പശുവിനൊക്കെ ഇറക്കുന്നെങ്കിൽ അതിന്റെ കൊമ്പ് വരെ ചോദിക്കും. ആ ടീമാണ്. കറി മാത്രമേ കഴിക്കുന്നുള്ളൂ. ഗായ്സ്, അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതെ അതെ, ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചപ്പാത്തി ബാക്കില് ഗായ്സ്, നമ്മളിന്ന് ഒരുപാട് ഫുഡ് കഴിച്ചു. ഇതിപ്പോൾ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഇവിടുത്തെ ഈ ബ്രോ നമ്മളെ ഫുഡ് കഴിച്ചിട്ട് പോയതെന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഫുൾ കഴിപ്പോട് കഴിപ്പ്. ബീഫ്, ചിക്കൻ, മുട്ട എല്ലാം അടിച്ച് കയറിയുണ്ട്. എന്താവും ഹൈവേയിലാണ് എവിടെ അറിയില്ല. കറുകുറ്റിയെത്താറായി ഗായ്സ്. നമ്മൾ ഇത്ര നേരം കഴിഞ്ഞൊരു 50 മിനിറ്റ് ആയിട്ട് നമ്മള് നേരെ പോയിരുന്ന 10 കിലോമീറ്റർ അല്ലല്ല, നേരെ പോയിരുന്ന 10 കിലോമീറ്റർ 50 കിലോമീറ്റർ എക്സ്ട്രാ അടിച്ചു വന്നു. വൈപ്പർ പറഞ്ഞ അനങ്ങുന്നില്ല ഗൈസ്. ഈ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പോണേ ഗൈസ്. ഈ അക്കാത്ത് പോയി നമുക്ക് വേണം